സാക്ഷ്യങ്ങൾ എല്ലാം കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ്. കാര്യം ഉടമ്പടി സാക്ഷ്യങ്ങൾ പലപ്പോഴും വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടിയുടെ നിയമപ്രകാരം നമ്മളുടെ മെറിറ്റിലല്ല, നമ്മുടെ യോഗ്യതയിലല്ല. അതുകൊണ്ടാണ് നമ്മുടെ പരിമിതികളെ അതിലംഘിക്കുന്നൊരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. നമ്മുടെ പരിമിതികളെ, നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മുടെ പരിമിതികൾ കൊണ്ടാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളും നടക്കാത്തതിൻ്റെ കാരണം നമ്മുടെ പരിമിതികളാണ് കാരണം. ആത്മീയ പരിമിതി, വിദ്യാഭ്യാസ പരിമിതി, അതുപോലെ തന്നെ ഭൗതിക പരിമിതികൾ, ലിമിറ്റേഷൻസാണ്. ഈ ലിമിറ്റേഷന് അൺലിമിറ്റഡ് ആക്കുന്നതാണ് ഉടമ്പടിയുടെ സാധ്യതയെന്ന് പറയുന്നത്. പരിമിതികളെ പരാധീനതകളെ അതിലംഘിക്കുന്നതാണ്. അതെങ്ങനെയാണ് ഈ പരിമിതികളെ അതിലംഘിക്കുന്നത്? ഇപ്പോഴൊരു മോളൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, എന്നാ അവർ പറഞ്ഞ, അതായത് അവർ പറഞ്ഞ ഇതാണ്, ഞാനൊരു മലയാളം സ്റ്റുഡൻറ്റാണ് അല്ലേ, എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യണ ആരാണ്? ICS സ്റ്റുഡൻസാണ് കോമ്പീറ്റ് ചെയ്യണത്. CBSE സ്റ്റുഡൻസും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളം സ്റ്റുഡൻ്റായ എനിക്ക് IELTSന് അല്ലെ OETക്ക് സ്വാഭാവികമായിട്ടും മാർക്ക് കിട്ടുന്നതിന് പരിമിതികളുണ്ട്. ട്രെയിൻഡ് അല്ലല്ലോ. ICS സ്റ്റുഡൻസിനത് ഇൻ്റർനാഷണൽ സിലബസ് ഉപയോഗിക്കുന്നവരാണ്, ഇംഗ്ലീഷിൻ്റെ. അവരെ കവർ ചെയ്തുകൊണ്ടാണ് ഈ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നയാൾ ഇപ്പോഴ് ആ ഇൻ്റർവ്യൂവിന് മാർക്ക് വാങ്ങിക്കുകയും ആ നൈപുണ്യ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുകയും ജോലി നേടുകയും ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അതായത് ഉടമ്പടി നമ്മുടെ പരിമിതികളെ, നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ, ഇപ്പോൾ അവസാനം കേട്ട സാക്ഷ്യം എന്താ അവർ പറയണത്? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ പറയും, ഓ പരീക്ഷ കിട്ടുമെങ്കിൽ എല്ലാം കിട്ടും, പോവുമെങ്കിൽ എല്ലാം പോകും. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ. അതാണ് സംഭവം. അപ്പോൾ അവൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, അനിയത്തിക്ക് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അനിയത്തിൻ്റെ ആത്മവിശ്വാസക്കുറവിനെ അതിലംഘിച്ചുകൊണ്ടാണ്, അതിനെ പരിഹരിച്ചുകൊണ്ടാണ് ഉടമ്പടി വരണത്. നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ റേഞ്ചിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ എൻ്റെ മക്കളെപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റണത് പോലെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിച്ചു പോകണം. ഇതിൻ്റെ അകത്ത് കുറച്ച്, അതായത് മാക്സിമം എന്തുമാത്രം നമുക്ക് പറ്റാം അത്രയും. അല്ലാതെ നിങ്ങൾ ഭ്രാന്തികളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. സങ്കടപ്പെടുകയും അയ്യോ എനിക്കത് രാവിലെ 5:30 തന്നെ എഴുന്നേക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് വചനം വായിച്ച അരമണിക്കൂറായി കാണുമോ, 20 മിനിറ്റല്ലേ വായിക്കാൻ പറ്റുള്ളൂ, 10 മിനിറ്റല്ലേ വായിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറ്റബോധം വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? എൻ്റെ മക്കളുടെ മനസ്സിലുള്ള ശ്രമമാണ്. മനസ്സിലായ? നിങ്ങളതിന് ശ്രമിച്ചില്ലേ എന്നുള്ളതാണ് ദൈവതിരുസന്നിധി. നെഗ്ലക്റ്റ് ചെയ്യുക, അതിങ്ങനെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചും കുടുംബത്തിൻ്റെ സാഹചര്യം അനുസരിച്ചും മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ വിജയിച്ചാലും തോറ്റാലും ദൈവതിരുസന്നിധിയിൽ ആ വിജയത്തിനോ തോൽവിക്കോ പ്രത്യേക മൂല്യമില്ല. അതുകൊണ്ടാണ് നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന വ്യവസായം ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ പറയരുത് എന്നല്ലേ യാക്കോബിൻ്റെ ലേഖനത്തിലുള്ളത്. നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന വ്യവസായം ചെയ്ത് കൂടുതൽ ലാഭമുണ്ടാക്കും എന്ന് നിങ്ങൾ പറയരുത് എന്നാണ് പറയണം. പിന്നെ എന്ത് പറയണം? കർത്താവ് മനസ്സാകുന്നെങ്കിൽ നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും. അപ്പോൾ അവിടെ നമ്മുടെ വിജയത്തിനോ പരാജയത്തിനോക്കാളുപരി ദൈവത്തിൻ്റെ മനസ്സിനാണ് ഒരു വില. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനൊരു വിലയിട്ട് വേണം
എപ്പോഴും പ്രെയർ ചെയ്ത് പോകാൻ. നിങ്ങളുടെ മനസ്സിനൊരു വിലയിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പരാജയം ദൈവത്തിൻ്റെ പേരിലാക്കിയെടുക്കും. ഞാൻ ഉടമ്പടി ചെയ്തിട്ടും എനിക്ക് അതിൻ്റെ അകത്ത് സൗഖ്യം ലഭിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചതുകൊണ്ട് നിങ്ങളുടെ സൗഖ്യം ലഭിക്കാത്ത അവസ്ഥകൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലാക്കിയെടുക്കും. അപ്പോഴത് കൂടുതൽ ആധ്യാത്മിക പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ വേണ്ട. നമ്മൾ കർത്താവിൻ്റെ മനസ്സിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപമാതാവിൻ്റെ മധ്യസ്ഥം അതിലുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു യോഗ്യത എന്ന് പറയണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രഥമ ദൃഷ്ടിയ അനീതി അനുഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉടമ്പടി കിട്ടിയത് അമ്മ തന്നത് 2015 ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയത് 89 തുടങ്ങിയതാണ്. ഈ ധ്യാനകേന്ദ്രം തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ട് തന്നെ ഇപ്പോൾ 19 കൊല്ലമായി. അതുവരെ ജനങ്ങളിവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഉടമ്പടി വന്നത് പഴയ 30 സാക്ഷ്യത്തിന് പകരം ഇപ്പോൾ 450 സാക്ഷ്യങ്ങളായ ഒറ്റയടിക്കാണിത് കൂടുകയും ഗുണനിലവാരങ്ങൾ വർദ്ധിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഉടമ്പടി ഒരു ഭയങ്കര പ്രാർത്ഥന തന്നെയാണ്. കാര്യം ഞങ്ങൾ അതില്ലാതിരുന്ന കാലം ഞങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് പലർക്കും ഉടമ്പടി കൃപാസനത്തെ അറിയാവുന്നത് ഉടമ്പടിക്ക് ശേഷമാണ്. ഉടമ്പടി ഇല്ലാതിരുന്നൊരു കാലമുണ്ട്. അതൊരു 37 സാക്ഷ്യം വരെ വരുമായിരുന്നു. ഇന്ന് ആ സമയത്ത് 370 അല്ല 420ഓളം സാക്ഷ്യങ്ങളാണ് നമുക്ക് കൗണ്ട് ചെയ്യണത്. എത്രയോ പേര് പറയാതെ പോയിരിക്കണം. ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ടത് എത്ര മണിക്കാണ്? 6 മാസം 1 കൊല്ലം കഴിഞ്ഞല്ലേ കേട്ടത്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ലീവിന് പോകുമായിരിക്കും, ചിലപ്പോൾ ജോലിക്ക് പോകുമായിരിക്കും, വരുമ്പോഴായിരിക്കും പറയണത്. ശ്രുതികടെ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. എപ്പോഴും നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ. അതാണ് സ്വാഭാവികമായിട്ടുള്ളത്. പക്ഷെ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ആരോഗ്യകരമായ ഒരവസ്ഥ എന്താണെന്നറിയാമോ? ദൈവം നമ്മൾക്ക് കടക്കാനായി നിൽക്കണം. പലപ്പോഴും വരണത് എന്താണ്? നമ്മൾ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കാനുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതത്ര ഹെൽത്തി അല്ല. ഞാൻ 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എത്ര വർഷമായി? 4 നൂറ്റാണ്ട് 30 വർഷമായില്ലേ. അപ്പോൾ ഇവരുടെ ആധ്യാത്മികതയുടെ ഓരോ ഘട്ടങ്ങളും പരിശോധിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണ ഇതാണ്: ദൈവം ഇങ്ങോട്ട് തരാനുള്ള പോലെ ആയിരിക്കണം. ഈ പത്രോസ് രക്ഷപ്പെട്ടത് അങ്ങനെയാണ്. പത്രോസിന് ഇങ്ങോട്ട് കൊടുക്കുക, ആ അക്കൗണ്ട് ക്ലോസ് ആകുമ്പോൾ പത്രോസിന് കർത്താവ് തിരിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് ആ അക്കൗണ്ട് ക്ലോസ് ആകുന്നത്. അത് ക്യാരി ഓവർ ചെയ്ത് അടുത്ത പേജിലോട്ട് പോകുമ്പോൾ, പുനരുത്ഥാനത്തിൻ്റെ പേജ് വരുമ്പോൾ പത്രോസിന് ഈശോ കടക്കാനായി നിൽക്കുന്നത് കാണാം. അതെങ്ങനെയാണ്? പത്രോസ് ഈശോന് അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെ ആ കണക്ക് വന്ന് അവസാനിക്കാൻ കാര്യം എന്താ? അമ്മയും അങ്ങനെയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് കണക്ക് തീർക്കുമ്പോഴേ ദൈവം അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള പോലെ കണക്ക് വന്ന് അവസാനിപ്പിക്കുന്നത്. കൈ ഇടിച്ച് കർത്താൻ ഹല്ലേലൂയ. യേശുസ്തോത്രം യേശുസ്തോത്രം യേശുസ്തോത്രം. ഞങ്ങളും നിന്മക്കളല്ലോ, നിന്റെ യേശുവോടെന്നും ഞങ്ങളും നിന്മക്കളല്ലോ, നിന്റെ യേശുവോടെന്നും കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീയേ, കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീയേ.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ധ്യാന വിഷയം എന്താണ്? പത്രോസിൻ്റെ കണക്ക് പുസ്തകം. എന്താ വെച്ചാൽ ഇങ്ങനെ പറയാൻ കാര്യം എന്നറിയാവോ? പത്രോസ് യോഹന്നാനും യാക്കോബും ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു കാര്യമാണ്. കർത്താവിൻ്റെ മുമ്പിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ മൂന്ന് കക്ഷികൾ ഒരുപോലെ ചെയ്ത ആൾക്കാരാണ്. പത്രോസും ചെയ്തു, യോഹന്നാനും ചെയ്തു, യാക്കോബും ചെയ്തു. പൈശാചികമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. പക്ഷേ പിശാച് എന്ന് കർത്താവ് വിളിച്ചത് ആരെയാണ്? പത്രോസിനെ. യോഹന്നാനെ വിളിച്ചില്ല, യാക്കോബിനെ വിളിച്ചില്ല. എന്നാൽ അപ്പോൾ യോഹന്നാനെ വിളിച്ചില്ല എന്ന് പറയാൻ കാര്യം എന്താ? യോഹന്നാനെയും യാക്കോബിനെയും പിശാചെന്ന് വിളിക്കാനുള്ള നല്ലൊരു അവസരം ഉണ്ടായി. ഈശോ വിളിച്ചില്ല. ഏതവസരമാണ് യോഹന്നാനെയും യാക്കോബിനെയും പിശാചെന്ന് വിളിക്കാനുള്ള ഒരു അവസരം? ഇവർ സമറിയായിലേക്ക് പോയ സമയമാണ്, അല്ലേ? കർത്താവ് ഒരു ഉച്ചക്കൊക്കെ പറഞ്ഞ്, നിങ്ങൾ സമറിയായിലേക്ക് കൂടിയാണ് നമ്മൾ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പോൾ അന്തി ഉറങ്ങാനുള്ള ഇടം ഏതെങ്കിലും വഴിയമ്പലങ്ങൾ നോക്കി വെക്കാൻ വേണ്ടി ഈ രണ്ട് കക്ഷികളെ പറഞ്ഞു വിടും. ആരെ വിടും? യോഹന്നാനെയും യാക്കോബിനെയും. ഇവർ സമറിയായി ചെല്ലുമ്പോൾ സമറിയാക്കാരുമായിട്ട് പിടിവലിയാവും. എന്താ കാര്യം? സമറിയാക്കാരും യഹൂദന്മാരും തമ്മിൽ ജന്മ ശത്രുക്കളാണ്. തന്നെയല്ല പ്രശ്നം, സമറിയായിലോട്ടാണ് ഇവർ ചെന്നിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇവർ ആ വഴി പോവുകയാണ്. എങ്ങോട്ടാണ് പോകാൻ പോണത്? ജെറുസലേമിലേക്കാണ് പോണത്. അപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ സമറിയാക്കാരെ കയറ്റത്തില്ല. നബൂഖദ്നേസറിൻ്റെ കാലത്ത് കുറേ സമറിയയിലെ യഹൂദന്മാരെ ബാബിലോണിൽ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചതിന് ശേഷം അവിടുത്തെ കുറേ ആ യഹൂദരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചു. അവർ യഹോവയല്ല ആരാധിക്കണത്. അപ്പോൾ ഇവിടുത്തെ യഹൂദന്മാരും സമറിയക്കാരും തമ്മിൽ സങ്കരവർഗമായിട്ടുള്ള ഈ ആദ്യമാണ് സമറിയയിലുള്ളത്. അതുകൊണ്ടാണ് സമറിയക്കാരെ യഹൂദന്മാർ ദേവാലയത്തിൽ കയറ്റാത്തത്, യഹൂദ ദേവാലയത്തിൽ ജെറുസലേം ദേവാലയത്തിൽ കയറ്റാത്തത്. അപ്പോഴങ്ങനെ വളരെ സീരിയസ് വിഷയമാണ്. അതുകൊണ്ട് ഇവർ മൗണ്ട് ഗെരീസിം എന്നും പറഞ്ഞുകൊണ്ട് സമറിയയിൽ ബദൽ ദേവാലയം ഉണ്ടാക്കി. അവിടെ യഹൂദന്മാരെയും കയറ്റത്തില്ല, യഹൂദന്മാരെ അങ്ങോട്ട് പോകത്തുമില്ല. അപ്പോൾ ഇങ്ങനെ വളരെ, അതുകൊണ്ടാണ് സമറിയക്കാർ ഈശോയുമായി സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടല്ലോ, അത് ഞാനൊരു സമറിയക്കാരനാണ്, നീ യഹൂദനാണ്. സമറിയക്കാരും യഹൂദരും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബന്ധമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഈശോ ബന്ധമുണ്ടാക്കാൻ വേണ്ടി വിടണത്. പക്ഷെ അത് വലിയ പ്രശ്നമായി മാറും. എന്താ പ്രശ്നമായി മാറണത്? സമറിയക്കാർ വഴി നടക്കാൻ പോലും സമ്മതിക്കത്തില്ല. ആരെ? യോഹന്നാനെ, യാക്കോബിനെയും. അപ്പോൾ അവർക്ക് ദേഷ്യം വരും. ദൈവം നിങ്ങളെ വിടുന്ന വഴികളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ദേഷ്യം വരണ സാഹചര്യം ഉണ്ടാകും. അതെപ്പോഴും ഓർക്കണം. ദൈവം നിങ്ങളെ വിടുന്ന വഴികളിൽ ചിലപ്പോൾ അവിടെയുള്ള വ്യക്തികളും അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികളുമായി നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസാകാം, ചിലപ്പോൾ നിങ്ങളുടെ വാദ്യാര് പണിയാണെങ്കിൽ സ്കൂളാകാം, ചിലപ്പോൾ മാറി വന്ന് എച്ചമാകാം, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറി വന്ന് SI ആകാം. ദൈവം നിങ്ങളെ വിടുന്ന വഴികളിൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ആൾക്കാരുമായി ഏറ്റുമുട്ടേണ്ട സാഹചര്യങ്ങൾ വരും. വളരെ സമാധാനമായിരുന്ന ആൾക്കാരാണ് ആര്? യോഹന്നാനും യാക്കോബ്. ഇപ്പോൾ അവർ പ്രക്ഷുബ്ധരായിരിക്കുകയാണ്. എന്താണ്? അവരേറ്റുമുട്ടിയ അവരെ പറഞ്ഞു വിട്ട വഴികളിലുള്ളവരെ ഇപ്പം നിന്നെ കെട്ടിച്ച് വിടുമ്പോഴും അങ്ങനെ ഉണ്ടാകാം. അവിടെ ചെല്ലുന്ന നാത്തൂനുമായിട്ട് നിനക്ക് ശരിക്കും പോലത്തെ ഉണ്ടാവും. നിന്നെ കെട്ടിച്ച് വിട്ടെന്ന് വിചാരിച്ചോ, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ പറ്റും, അവിടെയുള്ള നാത്തൂനും അമ്മായിയമ്മയും കൂടി ഒരു ടീമാകും, നീ പുറത്താകും. ചിലപ്പോൾ നീ ബെഡ്റൂമിൽ തന്നെ ഒളിച്ചിരിക്കണ കാണാം മാസങ്ങളോളം, ഇല്ലേ? അപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകുന്ന കാര്യം, ജീവിതത്തിൽ നമ്മൾ ഇഷ്യൂസ് മാറ്റാൻ പറ്റത്തില്ല. ഇഷ്യൂസ് മാറ്റിക്കൊണ്ട് എന്തെങ്കിലും വിഷയങ്ങൾ മാറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ ഒരു ജീവിതം സാധ്യമല്ല. അതിനെ കൺഫ്രണ്ട് ചെയ്യാനാണ് ഈശോ പറഞ്ഞത്. സമരക്കാരുമായിട്ട് ഇഷ്യൂസ് ഉണ്ട്, എന്നാൽ പിന്നെ ഈശോ അങ്ങോട്ട് വിടരുത്, ഈശോ അങ്ങോട്ട് മാത്രമേ വിടത്തുള്ളൂ. അതാണ് സംഭവം. അപ്പം അങ്ങനെ വന്നപ്പോൾ അവിടെ ഇവർ തമ്മിൽ വാക്ക് പറഞ്ഞ് ഉടക്കി ഒന്നും തള്ളുക പിടിവലിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും കയ്യാങ്കളി അവിടെ ഉണ്ടായി കാണും.
ഈ യാക്കോബും യോഹന്നാനും സമറിയാക്കാരും തമ്മിൽ. കാര്യം ഇവർ പറയണ വർത്തമാനം വളരെ പെസക് വർത്തമാനമാണ്. ഇവർ ഇടിത്തീ പോലെ തിരിച്ചു വന്നിട്ട് പറയും, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ. അത്രയും അവരെ നശിപ്പിച്ച് കളയണമെന്നുള്ള ചിന്തയിലാണ് 9:54 ലുക്കായുടെ സുവിശേഷം 9:54. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ. ഉടമ്പടി കാലങ്ങളിൽ ഇതുപോലെയുള്ള ഉരസരം ഉണ്ടാകാനുള്ള സാധ്യത ശ്രദ്ധിക്കണം. അപ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവരോട്. എന്താ ചോദിക്കണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്? അല്ലേ, അതല്ലേ ചോദ്യം. ലുക്കാൻ്റെ സുവിശേഷം 9:55 വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ഉടമ്പടി കാലങ്ങളിലെല്ലാം എന്ത് ഇഷ്യൂ ഉണ്ടായാലും നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റിയ ഒരു ധ്യാനചോദ്യമാണ്. എന്താണ്? എന്തരൂപിയാണ് നമ്മളെ നയിക്കുന്നത്? എന്തരൂപിയാണ് നയിച്ചത്? അഥവാ എന്തരൂപിയാണ് നയിക്കേണ്ടത്? എന്തരൂപിയാണ് അവരെ നയിച്ചതെന്ന് അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാനെന്ന വാക്കല്ലേ ഉപയോഗിക്കണത്. 9:54 സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ. അപ്പോൾ മറ്റുള്ളവർ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കും നമ്മളെ. അയൽവാസിയുടെ മാവും കൊമ്പ് നമ്മുടെ അടുക്കളയിൽ വന്നിട്ട് ആ മാവും കൊമ്പിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചൊറിപ്പുഴു നൂല് കെട്ടി ഇറങ്ങി നമ്മുടെ അടുക്കളയിൽ കൂടി ഇറങ്ങി വന്നെ കാണാം. അപ്പോൾ നമ്മളെന്താ വിചാരിക്കണത്? ഈ പിശാചുക്കൾ ഏത് കാലത്താണ് കർത്താവ് ഇവിടുന്ന് കുറ്റിയും പറിച്ച് പോകുന്നത്? മനുഷ്യന് സമാധാനം ഇല്ലല്ല എന്ന് പറയും. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? അപ്പോഴും കർത്താവ് നിന്നോട് ചോദിക്കും, അയൽവാസി കുറ്റിയും പറിച്ച് പോകാൻ ഒരു ചൊറിപ്പുഴുവിൻ്റെ പേരിൽ അയൽവാസി കുറ്റിയും പറിച്ച് പോകാൻ പറയുന്ന അരൂപി നിങ്ങളെ എന്തരൂപിയാണ് നയിക്കുന്നത്? ആ ചോദ്യത്തിന് എപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? നയിക്കുന്ന ആൾ എവിടെയാണ് നിൽക്കുന്നത്? മുമ്പിലോ പുറകിലാ? ഒരു വ്യക്തിയെ നയിക്കുന്ന ആൾ എവിടെയാണ് നിൽക്കേണ്ടത്? മുമ്പിലോ പുറകിലോ? ഇപ്പം മുമ്പിൽ ആരാ നിൽക്കണമെന്നാണ് ചോദിക്കണത്. അതാണ് സംഭവം. അതായത് എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? കാര്യം ഇവരെന്നാ ചോദിച്ചത്? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ. അപ്പം നശിപ്പിക്കുന്ന അരൂപി എന്നാ അരൂപിയായിരിക്കും? അതാണ് യോഹന്നാൻ 10:10 പറയണത്. യോഹന്നാൻ 10:10 എന്താണ്? കൊല്ലാനും പറഞ്ഞേ നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അപ്പം പിശാസിൻ്റെ അരൂപിയാണ് അല്ലേ ആരെ നയിക്കണത്? യോഹന്നാനെ നയിക്കണത്. ഈ ഉടമ്പടി കാലത്ത് എന്തരൂപിയാണ് നയിക്കണമെന്നുള്ളത് സീരിയസ് ക്വസ്റ്റ്യനാണ്. പിശാസിനെ ഇറക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി നടന്നിട്ടില്ലെന്നേ പറയത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിൽ നിന്നും ജീവിതത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും പിശാസിനെ ഇറക്കി വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ടില്ല. കാര്യം പിശാസ് ഇരിക്കുന്ന ഇടവുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യത്തില്ല. അപ്പോൾ ഉടമ്പടിക്ക് എവിടെയെങ്കിലും ഫ്ലോപ്പായിട്ടുണ്ടാകുന്ന നോക്കണം. ആരാണ് നമ്മുടെ മുമ്പേ നടക്കേണ്ടത്? ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. യോഹന്നാൻ 10:4 അല്ലേ? യോഹന്നാൻ ഒന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. അപ്പം ഈശോയാണ് മുമ്പേ നടക്കേണ്ടത്. ഈശോയുടെ കാൽ ചുവട് കണ്ടാണ് നമ്മൾ നടക്കേണ്ടത്. ഈശോയുടെ കാഴ്ച. അപ്പോൾ എന്നാ ഇഷ്യൂസ് ഉണ്ടായാലും ഈശോ ഈ വിഷയത്തെക്കുറിച്ച് എന്നാ പറയുന്നു, ഈശോ എങ്ങോട്ടാണ് കാല് വെച്ച് നടക്കണത്, ആ വഴിയെയാണ് നമ്മൾ നടക്കേണ്ടി വരുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി കാലത്ത് സാത്താനെ മുന്നിൽ നിർത്തി നടക്കാതെ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തോട് ആവശ്യപ്പെടാതെ ഈശോനെ മുന്നിൽ നിർത്തി യോഹന്നാൻ 10:4 അനുസരിച്ച് കൊണ്ട് കർത്താവിനെ വാക്കിലും പ്രവൃത്തിയിലും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേ
അതിൻ്റെ കൂടെ 10 യോഹന്നാൻ 10:10 കണക്ട് ചെയ്യുമ്പോൾ നശിപ്പിക്കുന്ന അരൂപി സാത്താൻ്റെ അരൂപിയാണെന്ന് തിരിച്ചറിയുമ്പോൾ യോഹന്നാനെ യാക്കോബിനെ അല്ലേ ഈശോ സാത്താനെന്ന് വിളിക്കേണ്ടത് അല്ലേ? അതാണ് പ്രശ്നം. പക്ഷെ വിളിച്ചില്ല. പക്ഷേ പാവപ്പെട്ടവനെ കയറി വിളിച്ചായിരുന്നു ഈശോ. ആരെയാണ്? പത്രോസിനെ. പത്രോസ് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. പത്രോസ് എന്നാ പറഞ്ഞത്? നമ്മൾ ജെറുസലേമിലേക്ക് അതും ജെറുസലേമിലേക്ക് പോകുന്നൊരു വിഷയമാണ്. ഈ ജെറുസലേമിലേക്ക് പോകുന്ന കാലങ്ങളിൽ 3 ശിഷ്യന്മാരാണ് നമ്മൾ കാണുന്നത്. ആ 3 ശിഷ്യന്മാരുടെ 2 തരത്തിലുള്ള പ്രതികരണങ്ങളും ഈശോൻ്റെ റെസ്പോൺസും അതിനുശേഷം അവരുടെ പ്രതികരണങ്ങളുമൊക്കെ ആധ്യാത്മിക ധ്യാനത്തിൻ്റെ ഭാഗമാണ്. ഈശോ അവരോട് പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ആരോട് പറഞ്ഞു? പത്രോസിനോട് പറഞ്ഞു. എന്നാ സംഭവിക്കും? അവിടെ വെച്ച് സമറിയാക്കാർ അവനെ ആക്രമിക്കുമെന്നല്ല പറഞ്ഞത്, സ്വന്തം ജാതി തന്നെ ആക്രമിക്കും. ശത്രുക്കളല്ല നമ്മൾ ആക്രമിക്കാൻ പോണത്. യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും കേസ് എന്താ? ശത്രുക്കളാണ് ആക്രമിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ സ്വന്തം രക്തം തന്നെ നമ്മളെ ആക്രമിക്കും. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അതാണ് പാഷൻ പ്രെഡിക്ഷൻസ്. 3 പ്രാവശ്യം ഉണ്ടെന്നും 4 പ്രാവശ്യം ഉണ്ടെന്നും ഒക്കെയാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയണത്. 3 പ്രാവശ്യം വ്യക്തമാണ്. 1 പ്രാവശ്യം 4ാമത്തെ പ്രാവശ്യം വരികൾക്കിടയിൽ വായിക്കുമ്പോഴാണ് ഒരു പ്രെഡിക്ഷൻ കണ്ടെത്താൻ കഴിയണത്. അപ്പോൾ ഈശോ പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് മനുഷ്യപുത്രൻ ശത്രുകരങ്ങളെ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പീഡിപ്പിക്കാം, അവർ അവനെ വധിക്കാം. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. പാവപ്പെട്ട പത്രോസ് അത് കേട്ടില്ല. ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള അവന് മനസ്സിലായുമില്ല. പക്ഷേ എൻ്റെ കർത്താവ് പീഡിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവന് സഹിക്കാൻ പറ്റാണ്ട് വന്നു. ആ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാതെ വന്നു. എന്താണ് സഹിക്കാൻ പറ്റാതെ വന്നതെന്നറിയാമോ? കർത്താവിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കൂടെ നിൽക്കണവന്മാരൊക്കെ 4 കട ഓടി അവരവരുടെ വീട്ടിൽ പോകും, ഇല്ലേ? അത് പത്രോസിനറിയാം. ആത്മാർത്ഥത കൊണ്ട് അവൻ കർത്താവിനോട് പറഞ്ഞ്, ഒന്ന് മാറി നിൽക്കുക, ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാറ്റി നിർത്തി സംസാരിച്ചെന്നാണ് പറയണത്. എന്തൊരു മിടുക്കനാ, എന്തൊരു മര്യാദയാണ് ആ വിഷയം സംസാരിക്കണത്. ദൈവം കനിയട്ടെ. മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ തലേ കൈയെടുത്ത് പറയും, ദൈവം കനിയട്ടെ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അതാണ് പറയണത്. അപ്പോഴാണ് ഈശോ പറയണത്, സാറ്റൻ ഗോ ബിഹൈൻഡ്. സാത്താനെ നീ എൻ്റെ. അതാണ് മത്തായിയുടെ സുവിശേഷത്തിലെ, മർക്കോസിൻ്റെ സുവിശേഷം 8:33. സാത്താനെ കർത്താവ് നശിപ്പിക്കപ്പെടുന്ന ഒരു അവസരമാണ് വന്നത്. അതിനെ തടയിടാനാണ് പത്രോസിൻ്റെ പരിശ്രമങ്ങൾ. ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടിയാണ് അവന്. ദൈവത്തിൻ്റെ പക്ഷം ചേർന്നാണ് അവനങ്ങനെ സംസാരിക്കണത്. ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് സംസാരിക്കുമ്പോൾ തന്നെ കർത്താവ് പീഡാനുഭവത്തിൽ നിന്ന് പിന്തിരികയാണെന്നുണ്ടെങ്കിൽ മനുഷ്യരക്ഷാവതാളമാക്കുന്ന ആ രക്ഷാകര സംഭവം നടക്കാതിരിക്കുമ്പോൾ അത് ഗുണം ചെയ്യണ സാത്താനെ ആയതുകൊണ്ട് മാത്രമാണ് ഈശോ സാത്താനെ എന്ന് പത്രോസിനെ വിളിക്കണത്. പത്രോസ് സങ്കടപ്പെട്ട് തൻ്റെ വഴിക്ക് പോയി. പിന്നെ മിണ്ടിയില്ല ആൾ പണ്ടും അങ്ങനെയാണ്. കർത്താവിൽ നിന്ന് എന്തെല്ലാം ഭാരം കിട്ടിയാലും ഒരിക്കലും കർത്താവിനെ അവൻ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ ആധ്യാത്മികതയൊക്കെ ഞാൻ എപ്പോഴും മോഡലാക്കുന്നത് സെൻറ്റ് പീറ്ററിനെയാണ് ശരിക്കും. കാര്യം ദൈവത്തിൽ നിന്ന് എന്തെല്ലാം മേടിച്ചാലും, എന്തെല്ലാം മോശകരമായ അനുഭവങ്ങളുണ്ടായാലും, അമ്മ കഴിഞ്ഞാൽ പിന്നെ സെൻറ്റ് പീറ്ററാ ഇവർ രണ്ടുപേരുടെയും കണക്ക് പുസ്തകം നോക്കുമ്പോൾ അവസാനം വരുമ്പോൾ ദൈവം അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പോലെ ഇരിക്കും. അമ്മയാണെങ്കിൽ മിണ്ടത്തില്ല. സെൻറ്റ് പീറ്റർ മിണ്ടിയിലല്ല, മിണ്ടാണ്ട് ഒതുങ്ങി മാറി നിന്ന്. അമ്മയാണെങ്കിലും ചാണാക്കുഴി പ്രസവിക്കേണ്ടി വന്നാലും അട്ടടയന്മാർ മാത്രമേ, ഒരു ബന്ധവും സ്വന്തവും ഇല്ലാത്ത, ഒരു പരിചയമില്ലാത്ത അപരിചിതന്മാരായ മനുഷ്യരാണ് പെട്ടെന്നറിയാൻ വേണ്ടി രാത്രി വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നും അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ല. അമ്മ ഉടനെ വചനം പറയുന്നത് എന്താണ്? യേശുവിൻ്റെ അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അല്ലാതെ ദൈവമേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിച്ചാ ഇല്ല. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയണത്
ദൈവമേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിക്കണ ഒരവസരമാണ് നമ്മുടെ പരാജയം. പലപ്പോഴും നല്ല കണക്ക് പുസ്തകത്തിൽ ദൈവം നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. കർത്താവ് എന്നാ പറയണത്? ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല. മത്തായി 20:14 കഥയില്ലേ? മത്തായി 20:14 കഥയുണ്ട്. വൈകുന്നേരം വരെ അധ്വാനിച്ചവർക്കും ഒരു ദനാറ, ആദ്യം വന്നവർക്കും ഒരു ദനാറ. അപ്പം ആദ്യം വന്നവർ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പെരുപെരുത്തു ഇല്ലേ? അപ്പോഴേ കർത്താവ് പറയണ വാക്കെന്താ? 20:14 ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിരുന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളുടെ പരിശുദ്ധ അമ്മയ്ക്ക് ചോദിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല, നന്നായിട്ട് അസലായിട്ട് സംസാരിക്കാൻ അറിയാം. ചോദിക്കേണ്ട സമയത്ത് ചോദിക്കൂ. പണ്ട് ഈശോനെ കാണാണ്ട് പോയപ്പോൾ ചോദിച്ചില്ലേ, ഈശോ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത? ചോദിക്കാൻ അറിയാൻ പാടില്ല. ലുക്കായുടെ സുവിശേഷം 2:48 ഈശോ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാവോ? അമ്മയോട് പണ്ട് മംഗളവാർത്ത സമയത്ത് എന്താ പറഞ്ഞത്? അവൻ്റെ പേര് ഈശോ എന്നാണ്. ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും. പിതാവായ ദൈവം യാക്കോബിൻ്റെ ഗോത്രത്തിലാണ് അവൻ ജനിക്കണത്. അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ചാണകക്കുഴി കിടക്കണത് ഇല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞ് മംഗളവാർത്ത ആയത്. പക്ഷെ മംഗളവാർത്ത പറഞ്ഞ കാര്യങ്ങളൊന്നും തൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അപ്പം ചോദിക്കാമായിരുന്നല്ലോ രാത്രി, ദൈവമേ ഈ ചോരക്കുഴിയിലാണല്ലോ, ഈ ചാണകക്കുഴിയിലാണല്ലോ ഞാൻ ഈ ചോരക്കുഞ്ഞിനെ പെറ്റ് കിടക്കണത്, ഇവനെക്കുറിച്ചാണല്ലോ നീ എന്നോട് പറഞ്ഞത്. എന്ത് പറഞ്ഞത്? അവൻ മഹാനായിരിക്കും, വലിയവനായിരിക്കും, യാക്കോബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും, ദാവീദിന് സിംഹാസനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് സിംഹാസനം വേണ്ട, ദാവീദും വേണ്ട, കൊട്ടാരവും വേണ്ട, മര്യാദക്കൊരു വീട് വാടകയ്ക്ക് ഒരു ഇറമ്പ് ചോദിച്ചിട്ട് പോലും തന്നില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ? ദൈവം ചില കാര്യം തന്നില്ലല്ലോ എന്ന് ചോദിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ടാവും. അച്ഛൻ്റെ അഭിപ്രായം ദൈവത്തെക്കൊണ്ട് സംസാരിപ്പിക്കരുതെന്നുള്ളതാണ്. തന്നില്ലല്ലോ എന്ന് ചോദിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പണ്ട് മൂത്ത മകൻ ചോദിച്ചില്ലേ? ധൂർത്തപുത്രൻ്റെ കഥയിലെ മൂത്ത മകൻ ചോദിച്ചില്ലേ? എന്നാ അവൻ ചോദിച്ചത്? അവൻ വീട്ടിൽ കയറാൻ കൂട്ടാക്കില്ലല്ലോ. അവൻ പുറത്ത് നിന്നില്ലേ? സന്ധ്യപ്രാർത്ഥനയ്ക്ക് ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ, അയൽ ടെസ്റ്റിന് തോറ്റതിൻ്റെ പേരിൽ, കടക്കാർ സമയത്ത് ചിട്ടി വീഴാത്തതിൻ്റെ പേരിൽ എന്നാത്തിനാ പ്രാർത്ഥിക്കണതെന്നും പറഞ്ഞുകൊണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാത്ത ആൾക്കാരെല്ലാം മൂത്ത മക്കളെപ്പോലെയാണ്. നീ എനിക്ക് തന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവൻ വീട്ടിൽ കയറാൻ കൂട്ടാക്കുന്നില്ലെന്ന്. അപ്പോഴെന്നാ സംഭവിക്കണത്? നീ വീട്ടിൽ കയറാൻ കൂട്ടാക്കില്ലെങ്കിൽ നിൻ്റെ അപ്പൻ എന്നാൽ നീ അവിടെ പോയി തൊലയാൻ പറയുമോ? അത് പറയത്തില്ല. നിൻ്റെ അപ്പനത് പറയത്തില്ല. ദൈവവചനം എന്താ പറയണത്? അവൻ്റെ നിപ്പ് കണ്ടപ്പോൾ, അവൻ്റെ മുഖം കണ്ടപ്പോൾ അപ്പൻ പുറത്തേക്ക് വന്ന് അവനെ അനുനയിപ്പിക്കാൻ തുടങ്ങിയെന്നാണ്. നിന്നെ എന്നെ അനുനയിപ്പിച്ചിട്ട് ദൈവത്തിന് എന്നാ കാണിക്കാനാണ്? ഒന്നുമില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് പോയി പണി നോക്കണമെന്ന് പറയുമോ ദൈവം? 29, 31 തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. 15-ാം അധ്യായം 29-ാമത്തെ വാക്കിലാണ് അവൻ ചോദിക്കണത്, ഒരു കുഞ്ഞാടിനെ പോലും എൻ്റെ കൂട്ടുകാർ ഉല്ലസിക്കാൻ നീ തന്നില്ലല്ലോ. ഉടമ്പടി ചെയ്യാത്ത നിൻ്റെ മകനും ഉടമ്പടി ചെയ്ത മകനും, 2 മക്കളാണുള്ളത് അപ്പന്. ഉടമ്പടി ചെയ്യാത്ത മകനുമുണ്ട്, ഉടമ്പടി ചെയ്ത മകനുണ്ട്. ഉടമ്പടി ചെയ്യാത്ത മകനാണ് സ്വത്ത് മേടിച്ചുകൊണ്ട് വിദൂര ദേശത്തേക്ക് പോയിരിക്കുന്നത്. ഉടമ്പടി ചെയ്ത മകൻ ഉഴാനും ആടുമേയ്ക്കാനൊക്കെ പോയിട്ട് സന്ധ്യ വരെ അപ്പന് വേണ്ടി എല്ലുമുറികെ പണി ചെയ്തിട്ട് അപ്പൻ്റെ കൂടെയുണ്ട്. പക്ഷെ വീട്ടിൽ വരുമ്പോൾ എന്നാ കാണിക്കണത്? ചെയ്യാത്ത മകന് വേണ്ടി കൊടുത്ത കാളക്കുട്ടിയെ കൊന്നിട്ട് അവന് മേൽത്തരം വസ്ത്രം കൊടുത്ത് ചെരുപ്പ് മാറ്റി അവനെ മിടുക്കനാക്കിയിട്ട് വീട്ടിൽ ഭയങ്കര സന്തോഷകരമായ നൃത്താഘോഷങ്ങളൊക്കെയാണ്. അപ്പോൾ അവൻ്റെ ഉള്ളം പൊള്ളും, അപ്പാന്ന് വിളിക്കും.
നീ എനിക്ക് ഞാൻ ഇത്രയൊന്നും ചോദിച്ചില്ല നിന്നോട്, ഒരു കുഞ്ഞാടിനെ ചോദിച്ചുള്ളൂ, നീ അതും എനിക്ക് തന്നില്ലല്ലോ എന്ന് ചോദിക്കത്തില്ലേ? ഞാൻ നിന്നോടുള്ള ഉടമ്പടി ബന്ധത്തിൽ വിശ്വസ്തയോടെ നിൻ്റെ കൂടെ ഞാൻ നിൽക്കുകയാണ്. ഞാൻ നിന്നോട് വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരെ ഉല്ലസിക്കാൻ ഒരു കുഞ്ഞാടിനെ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോഴേ അപ്പം പറയുന്ന ഒരു വാക്കുണ്ട്, അതാണ് ഉടമ്പടിക്കാർ കേൾക്കേണ്ടത്. അപ്പൻ എന്താ പറഞ്ഞത്? എൻ്റെ മകനെ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ചേ, ഹല്ലേലൂയ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 15 ലൂക്കായുടെ സുവിശേഷം 31. എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ്റെ അഭിപ്രായം ദൈവത്തെ കൊണ്ട് അത് പറയിപ്പിക്കരുതെന്നുള്ളതാണ്. അമ്മ പറയിപ്പിച്ചില്ലല്ലോ. അമ്മയ്ക്ക് ആ ചോദ്യം രാത്രി ചോദിക്കാമായിരുന്നു. അപ്പാ, ഞാനും ഔസേപ്പും കൂടി ഓരോ വീട് വയറും വലിച്ചുകൊണ്ട് ഞാൻ നടന്നില്ലേ അപ്പാ? ഞാൻ അമലോത്ഭവമായിട്ട് നീ എന്നെ സൃഷ്ടിച്ചു, അവൻ നീതിമാനാണ്. ഞങ്ങൾക്ക് നിൻ്റെ മുമ്പിൽ എന്താ അപ്പാ ഒരു കുറവ്? ഇത്രയും കുറവ് വിശുദ്ധിയോടെ ജീവിച്ചിട്ട് നിൻ്റെ മകനെയാണ് ഞങ്ങൾ പോറ്റാൻ പോണത്. എന്നിട്ടും ഒരു വാടക വീട് തരാൻ വേണ്ടി എത്ര വീട്ടിൽ കിടന്ന് നാണം കെട്ടപ്പോൾ അവസാനം വന്ന് ഈ ചാണാക്കുഴി കിടക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് ചോദ്യമല്ലേ? ആണോ? ഈ ലോകത്തെ ഏറ്റവും വലിയ ചോദ്യമായിരിക്കും അത്. ഈ ലോകത്തെ മനുഷ്യന് ചോദിക്കാവുന്ന ഏറ്റവും വലിയ ചോദ്യം ദൈവത്തോട് ചോദിക്കേണ്ടിയിരുന്നത് ചോദിക്കേണ്ട ആളാണ് അമ്മ. പക്ഷെ അമ്മ ചോദിച്ചില്ല. കാര്യം എന്താണ്? അമ്മയ്ക്ക് അപ്പനെ അറിയാം. കൈയിട്ടിച്ച് കർത്താൻ ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ അല്ലേ? അതിൻ്റെ കൂടെ ഈ സ്തുതിപ്പിൻ്റെ പാട്ട് കേട്ടപ്പോഴൊരു വചനം കൂടി കർത്താവ് തന്നു. അമ്മയ്ക്ക് അപ്പനെ അറിയാവുന്ന പോലെ നമ്മൾക്കും അപ്പനെ അറിയണം. അമ്മയ്ക്ക് അപ്പനെ അറിയാവുന്ന പോലെ ഈശോയ്ക്ക് അപ്പനെ അറിയാമായിരുന്നു. അപ്പനെ ഈശോ എങ്ങനെയാണ് അറിയണത്? യോഹന്നാൻ 17:3 ഏകസത്യദൈവമായ നിന്നെയും പറഞ്ഞ്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പനെ അറിയാവുന്നവരെ അപ്പനോട് സംസാരിക്കത്തില്ല, തർക്കിക്കത്തില്ല. അപ്പനോട് തർക്കിക്കണത് ആരാണ്? അപ്പന്. ഈശോ എന്നാ ചെയ്തത്? അപ്പനോട് തർക്കിച്ചില്ല. അപ്പനോട് അവൻ തർക്കിച്ചില്ല എന്ന് നമ്മളോട് പറയുന്നത് ആരാണ്? ഐസയ. എത്ര കൊല്ലം മുമ്പ്? 700 കൊല്ലം മുമ്പ്. അവൻ തർക്കിക്കില്ല, അവൻ ബഹളം ഉണ്ടാക്കില്ലെന്ന് കൈയടിച്ച് കർത്താൻ. അറിയാവുന്നവർ തർക്കിക്കത്തില്ല. അപ്പനെ അറിയാവുന്നവരെ വീട്ടിൽ കയറാൻ മടിയ കാണിച്ചുകൊണ്ട് പുറത്ത് നിൽക്കത്തില്ല. അങ്ങനെ പുറത്തു നിന്നാൽ അപ്പൻ വരുമെന്നും പുറത്തോട്ടിറങ്ങി വരുമെന്നും എൻ്റെ അപ്പൻ നാണം കെടുത്തി പുറത്തിട്ട് കൊണ്ടുവരരുതെന്നും നമ്മളോട് എൻ്റെ ഇടത്തും വരത്തുമുള്ളവർ സംസാരിച്ചിട്ടുണ്ട് മനുഷ്യരാശിയോട്. അവൻ ഐസയ 53:7 പറഞ്ഞു, അവൻ തർക്കിച്ചില്ല, ബഹളമുണ്ടാക്കിയില്ല എന്ന്. ലൂക്കാ 2:19 2:52 പറഞ്ഞു, യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ളതാണ്, തർക്കിക്കാനുള്ളതല്ല. കൈയിടിച്ച് കർത്താൻ ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മ മനസ്സിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്ര കർത്താവേ, ആരാധന. പരിശുദ്ധാത്മാവ് ഇപ്പം ഇങ്ങനെ സംസാരിക്കണത്, ഏതെങ്കിലും വിഷയത്തിൽ നീതിയായിട്ട് ദൈവം നിന്നോട് പെരുമാറിയിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്, തർക്കിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എന്താ കാര്യമെന്നറിയാവോ? ആ 20:14 മത്തായിയുടെ സുവിശേഷം. എന്താ? ദൈവത്തിൻ്റെ ബേസിക് ആറ്റിറ്റ്യൂഡാണത്. മത്തായി 20:14 ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു വിഷയം എന്താണെന്നറിയാവോ? അതായത് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇടപെടാം, അനുഗ്രഹിക്കാം. ഇന്ന് അനുഗ്രഹിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നിന്നെ അനുഗ്രഹിക്കത്തില്ലെന്ന് നീ ചിന്തിക്കരുത്. ഏതെങ്കിലും കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം ചില സമയത്ത്
ദൈവം പറയുമേ, വൈ കാൺട്ട് യു സഫർ ഇൻജസ്റ്റിസ്? ബൈബിളിലെ വാക്കിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്, വൈ കാൺട്ട് യു സഫർ ഇൻജസ്റ്റിസ്? നിനക്ക് എന്തുകൊണ്ടാണ് ദ്രോഹം സഹിക്കാൻ പാടില്ലാത്തതെന്ന്. 1 കൊറിന്ത്യൻസ് 6:7 വൈ കാൺട്ട് യു സഫർ ഇൻജസ്റ്റിസ്? നിനക്ക് എന്തുകൊണ്ടാണ് ദ്രോഹം? അത് ബൈബിളിന് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? ഇത് കർത്താവിൻ്റെ വചനമാണ്. കൈയടിച്ച് കർത്താവ് േണ്ടി വരികയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ആരോട് പറയണത്? സമറിയക്കാരൻ. അവൻ കള്ളന്മാരുടെ കൈകളകപ്പെട്ട് അവൻ പെരുവഴി കിടന്നപ്പോൾ അവനെ എണ്ണയും വീഞ്ഞും വെച്ചവൻ്റെ വ്രണങ്ങൾ പൊറുപ്പിക്കാൻ നോക്കിയതിന് ശേഷം സത്രത്തിൽ കൊണ്ടുപോയിട്ടൊരു ധനാറ കൊടുത്തിട്ട് പറയും, എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാം. ഈ ഭാഗം ലുക്കാ 10:36 ഒരു സമയത്ത് ഞാൻ വായിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആരാ ജോസഫെ തിരിച്ചു വരുന്നത്? നിൻ്റെ കർത്താവല്ലാതെ ആരാണെന്ന്. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വിശ്വാസി തിരിച്ചു വരാൻ പോകുന്നത് ആരാണ്? നിൻ്റെ കർത്താവാണ്. എന്തെങ്കിലും കൂടുതൽ നമ്മുടെ കയ്യിൽ ചിലവായാൽ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതിൻ്റെ പേരിൽ, ഉടമ്പടിയുടെ പേരിൽ, കർത്താവിന് മുമ്പിൽ വിശ്വസ്ത പാലിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും വിശ്വാസമോ പ്രത്യാശയോ ദൈവസ്നേഹമോ പരസ്നേഹമോ കാരുണ്യ പ്രവൃത്തിയോ പ്രേക്ഷിത പ്രവൃത്തിയോ നിൻ്റെ കയ്യിൽ നിന്ന് കൂടെ ചിലവായ ഹി വിൽ റിഫൗണ്ട് ഇറ്റ്. കർത്താവ് തിരിച്ചു തരും. കൈയടിച്ച് അങ്ങയോട് നീതി പുലർത്തുന്നവരുടെ അടുത്തേക്ക് കർത്താവ് തിരിച്ചു വരുമെന്നുള്ളത്. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കർത്താവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കൂടുതൽ ചിലവായ ആളാണ് പത്രോസ്. കർത്താവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ യോഹന്നാനേക്കാൾ കൂടുതലും യാക്കോബിനേക്കാൾ കൂടുതൽ ചിലവായ ആളാണ് പത്രോസ്. എന്താ കാര്യം? കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു തീരുമാനത്തിലാണ് പിശാചെന്ന് വിളിച്ചത്. അതിൻ്റെ സഹനം അവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിച്ചു. യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും യൂദാസിൻ്റെയും മുമ്പിൽ വെച്ച് ലീഡറിനെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. ഇനി ഇവനെ പിശാചെന്ന് വിളിച്ച ഇവൻ പറയണത് യൂദാസ് കേൾക്കത്തില്ല. യൂദാസിൻ്റെ മുമ്പിൽ കർത്താവ് പത്രോസിൻ്റെ വില കളഞ്ഞു. പത്രോസിന് കൂടുതൽ ചിലവായി. യേശുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവൻ അപമാനമേറ്റു, കൂടുതൽ ചിലവായി. എന്താണ് വാഗ്ദാനം? പത്രോസേ, എന്തെങ്കിലും എൻ്റെ പേരിൽ കൂടുതൽ ചിലവായാൽ ഐ വിൽ റീഫണ്ട് ഇറ്റ് വെൻ ഐ റിട്ടേൺ. ഞാൻ തിരിച്ചു വരും പത്രോസേ, അന്ന് ഞാൻ കണക്ക് പറയും. അപ്പം നിനക്ക് ആയിരിക്കും അധികാരമെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, കർത്താവേ മഹത്വ, കർത്താവേ ആരാധന, ദൈവനാമം മഹത്വപ്പെട്ട കർത്താവേ. പത്രോസിന്റെ ഒരു മനോഭാവം, പരസ്യമായ അപമാനമേറ്റതും ഈശോയിനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടവനുമാണവൻ. പക്ഷെ ഒരിക്കലും അവൻ കർത്താവിനെ അനുഗമിക്കുക എന്നുള്ള തൻ്റെ ദൈവവിളിയിൽ അവൻ്റെ കാലിടറിയിട്ടില്ല. പിലാത്തോസിൻ്റെ അരമയിലേക്ക് കർത്താവ് അവിടുന്ന് ഗാഗുത്തായിലേക്കും പോകുന്ന ആ കുരിശിൻ്റെ വഴികളിലെ കർത്താവിൻ്റെ വചനം പറയുന്നു, പത്രോസ് അകലെ കൂടിയാണെങ്കിലും അവനെ അനുഗമിച്ചിരുന്നുവെന്ന്. സ്ത്രീക്ക് പ്രസവവേദന വരുന്നത് പോലെയാണ് ദുഃഖമെന്ന് ഈശോ ഒരിക്കൽ പറഞ്ഞു. പ്രസവിച്ച് കഴിയുമ്പോൾ അവൾ സന്തോഷിക്കും, പഴയ ദുഃഖം ഒരിക്കലും അവൾ ഓർക്കത്തുമില്ല എന്ന് പറഞ്ഞു. ഉടമ്പടി എടുക്കണവൻ്റെയൊക്കെ എല്ലാ ദുഃഖവും അതുപോലെയാണ്. കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ഒരു കാലവും ദിവസവും വരും. ഇപ്പോഴനുഭവിക്കുന്ന സങ്കടം നീ അപ്പോൾ ഓർക്കത്തുമില്ല. സ്തുതിയുടെ ഹല്ലേലൂയ. ആരാധന
കരുണയും സാഗരമേ സുദില ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗമുള്ളവരെ അതെന്ത് അവയവമാണെന്നൊന്നും അച്ഛന് അറിയത്തില്ല. അതായത് ചിലപ്പോൾ പാങ്ക്രിയാസ് ആകാം, അല്ലെങ്കിൽ ലിവർ തന്നെയാകാം. അതായത് കൈ വെക്കേണ്ടത് നമ്മുടെ പതിരയുടെ താഴെയാണ്, വലതുവശത്താണ്. താഴെ വെച്ച് കൈ വെച്ചുകൊണ്ട് ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ രോഗം ഉണ്ടാകത്തില്ല, പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കുണ്ടാകാം. അവരെ ഓർത്തുകൊണ്ട് അവരുടെ സൗഖ്യത്തിനായി രോഗമില്ലാത്തവരും അവിടെ കൈവെക്കേണ്ടതാണ്. അച്ഛൻ ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ശിമിശിഹായേ, പാങ്ക്രിയാസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പാങ്ക്രിയാസിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ എന്നാ അവയവമാണെങ്കിലും ആ അവയവങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ യേശുനാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാക്കുന്ന ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. ചെകിടന് കേൾവി നൽകിയവനെ കർത്താവേ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗിയെ സുഖപ്പെടുത്തിയവനെ കർത്താവേ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്ന ഞങ്ങള് അന്യ ജില്ലകളിലെ, സംസ്ഥാനങ്ങളിലെ, ഭൂഖണ്ഡങ്ങളിലെ ഈ നിമിഷം ലൈവായി ആരാധനയില് പങ്കെടുക്കുന്നവരുടെ മാരക രോഗങ്ങള്, തീരവ്യാധികള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ലോകം മുഴുവനും വരുന്ന ഇപ്പോൾ ഈ ലൈവ് വീക്ഷിക്കുന്ന, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, സമാധാനം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ സാക്ഷ്യം തന്നെ നമുക്കിപ്പോൾ ഓർക്കാം. രക്തസ്രാവ രോഗികൾ ഇന്ന് സൗഖ്യപ്പെട്ട് സാക്ഷ്യം പറഞ്ഞു അല്ലേ? ഇന്ന് ഫിഷർ രോഗം, പിസ്ല പോലെയും അതുപോലെ തന്നെ അരിസസ് പോലെയുള്ള സിവിയർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിട്ടുള്ള രോഗമാണ്. അത് സൗഖ്യപ്പെട്ടവർ ഇന്ന് സാക്ഷ്യപ്പെടുത്തി. മുഴ രോഗങ്ങൾ അത് ഇന്നലെ ഉണ്ടായിരുന്നു, സൗഖ്യപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തി. ഈ സൗഖ്യവും സാക്ഷ്യവും എല്ലാം എങ്ങോട്ടാണ് ലക്ഷ്യം വെക്കണം നിങ്ങൾക്കറിയാവോ? പരിശുദ്ധ അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അമ്മ ഉടമ്പടി തന്നിരിക്കുന്നത് അല്ലേ? ആ ഉടമ്പടിയിലാണ് ഇത്രയും അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അടയാളങ്ങളെല്ലാം എന്താണ് പറയണത്? ഈ പ്രത്യക്ഷീകരണം പരിശുദ്ധ സഭ ധ്യാനപൂർവം പഠിച്ച് എന്താണ് ആ പ്രത്യക്ഷീകരണത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് അത് മാർപ്പാപ്പ അന്തർദേശീയ സഭയോട് വെളിപ്പെടുത്തിയിട്ട് ദൈവഹിതം നിറവേറ്റണം. അതാണ് എൻ്റെ അടയാളം. അതാണ് ഇത്രയും അടയാളങ്ങൾ വരാൻ കാര്യം. അതുകൊണ്ട് എൻ്റെ മക്കൾ, രോഗങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ അത് നിങ്ങളെ സുഖപ്പെടുത്താൻ തന്നെയാണ് നിങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതെൻ്റെ മക്കൾ ഓർക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ രോഗങ്ങള്, അരിസസ് രോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, പിസിയോടി രോഗങ്ങള്, നടുവേദനകള്, വാതരോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, കഴുത്ത് രോഗങ്ങള്, പെണ്ണിദോഷ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള്, ശിരോ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ദൈവമേ, കർത്താവേ, എല്ലാ സകലവിധ രോഗം ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം,
ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മൾ സുവിശേഷ പത്രം കൊടുക്കത്തില്ലേ? അപ്പോൾ നമ്മളത് പ്രാർത്ഥിച്ചാണ് കൊടുക്കണത്. എന്തിനാ അങ്ങനെ കൊടുക്കണേ പത്രം? കർത്താവിനെ അറിയാത്തവർ അറിഞ്ഞവർ ആഴപ്പെടാം. വേറെ ഒരു ലക്ഷ്യമുണ്ട്. പത്രം നമ്മൾ കൊടുക്കുന്നതിന് വേറെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. എന്താണെന്നറിയാവോ? വേദന കൊണ്ടും പഴുത്തും ചീഞ്ഞും നിരാശപ്പെട്ട് നടക്കുന്ന 10,000-കണക്കിന് മക്കളുണ്ട്. അവർക്ക് എന്താ നമ്മൾ കൊടുക്കണത്? സാക്ഷ്യപത്രമാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു മഹാസമൂഹം. അതാണ് ഹെബ്രായർ 12:1. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു മഹാസമൂഹം ഉള്ളത് കൊണ്ട് നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും നീക്കിക്കളയാം. അതാണ് നമ്മൾ കൊടുക്കുന്ന സുവിശേഷം. ദൈവപൈതലെ, നിൻ്റെ പാപം നീക്കിയവനാണവൻ. അവൻ്റെ നാമത്തെ വിശ്വസിച്ചാൽ നീ വിശുദ്ധനാകും. നിൻ്റെ പാപം നീ നീക്കണം. നിൻ്റെ രോഗം ഏറ്റെടുത്താണ് അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ നീയും സൗഖ്യപ്പെടും. അതാണ് നമ്മൾ പത്രം കൊടുത്തുകൊണ്ട് പറയാതെ പറയണത്. എന്താണ്? നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുള്ളത് കൊണ്ട്. പത്രത്തെ മുഴുവനും സാക്ഷികളുടെ സമൂഹമല്ലേ? അത് കൊടുക്കുമ്പോഴേ വായിക്കുന്നവൻ്റെ മനസ്സിൽ തോന്നുന്ന അനുഭവമാണതാണ്. നിൻ്റെ പാപം നീ നീക്കണം. നീ ഭാരപ്പെട്ടവനായി നടക്കാൻ നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ പാപിയായി കുറ്റബോധമുള്ളവനായി നടക്കാൻ, നിരാശപ്പെടാൻ നടക്കാൻ നിൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നില്ല. നിൻ്റെ കുറ്റബോധം മാറ്റാൻ, നിൻ്റെ പാപം മാറ്റാൻ, നിൻ്റെ ഭാരം മാറ്റാനാണ് അവൻ ഭാരമെടുത്തത്. കൈ അടിച്ച് കർത്താവ് നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, ആരാധന കർത്താവേ. അതുപോലെ തന്നെ എല്ലാ മേഖലയിലുള്ളവർ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും, നിൻ്റെ കടം, വീടില്ലാത്ത അവസ്ഥ. എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാക്ഷി ഏതാണെന്നറിയാമോ? ചമ്പക്കുളത്തിലെ അച്ചായൻ പറഞ്ഞ സാക്ഷ്യമാണ്. അതായത് അച്ചായൻ ആ 3 പെൺകുഞ്ഞുങ്ങളെയും വളർത്തി കരകയറ്റിയത് പശുവിനെ വളർത്തിയാണ്. അവസാനം വന്നപ്പോൾ പശു എല്ലാം കൈവിട്ട് പോയപ്പോൾ അപ്പന് ഒരു സങ്കടമുണ്ട്. ശരിക്കും അത് വളർത്തി പരിചയമുള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാവും. വെറുതെ കൊണ്ടൊന്ന് പശുവിനെ കൊടുത്തിട്ടും പോയി. നിൻ്റെ ഹൃദയത്തിലൊരു കുഞ്ഞ് ഭാരം വന്നാൽ അമ്മ അത് കുഞ്ഞായിട്ടല്ല എടുക്കണത്, വലിയ ഭാരമായിട്ട് തന്നെ എടുക്കണത്. അതാണ് നമ്മൾ കേട്ട ഇന്നത്തെ സാക്ഷ്യങ്ങളുടെ ഏറ്റവും നല്ല ഒരു ഹൃദ്യമായ സാക്ഷ്യം. ആ അച്ചായനെ സഹായിച്ച അമ്മ, വീട് അല്ലേ, മക്കളുടെ വിവാഹം, അവരുടെ ജോലി, അച്ചായൻ്റെ പശു, പ്രളയം വന്നിട്ട് പോലും എത്ര പശുക്കളാണ് ചത്ത് ഒഴുകിപ്പോയത് നമ്മൾ കണ്ടതല്ലേ. എന്നിട്ട് ആ പശുവിനെ അമ്മ ഇങ്ങനെ എന്നെ വട്ടമിട്ട് തടസ്സപ്പെടുത്തി നടക്കിയിരുന്നു. അപ്പം എനിക്ക് തോന്നി എന്തോ സീരിയസ് കേസാണെന്ന്. അവൾക്ക് പറയാൻ പറ്റില്ല. അവൾ എഴുതി എനിക്ക് തന്ന്. ഞാൻ എത്ര തിരക്കാണെങ്കിലും ആ എഴുത്ത് മൊത്തം അവിടെ നിന്ന് വായിച്ച് എനിക്ക് ഒരു പോയിൻ്റാണ് അതിൻ്റെ അത് ഇഷ്ടപ്പെട്ടത്. അച്ഛാ, 1 ഗ്രാം കമ്മൽ വിറ്റാണ് ഞാൻ കൃപാസനത്തിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഇനി എനിക്ക് വിൽക്കാനൊന്നുമില്ല, വരാൻ പറ്റുമെന്ന് തോന്നണില്ല. അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ട് ഒരവസാന തീരുമാനം ചെയ്യണമെന്ന്. അപ്പം ഞാൻ ഓർത്ത്, അവൾ മാത്രമല്ല അതുപോലെ അനേകം മക്കൾ ഇവിടെ വന്നിപ്പുണ്ടാകും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, പലതരത്തിലുള്ള വേവലാതികള്, സാമ്പത്തിക ഭാരങ്ങള്, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, അങ്ങയുടെ തിരുസന്നിധിയില് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതയുള്ളവര്, രോഗപീഠകളാല് ചികിത്സിച്ച് കടമായവര്,
കടമായവരെ, ഈശോയെ ഈശോയെ വഴിയില്ലാത്തവരെ, വെള്ളമില്ലാത്തവരെ, കേസിൽ അകപ്പെട്ടവരെ, തർക്കപ്പുരയിടത്തില് താമസിക്കുന്നവര്, ഭാഗ ഉടമ്പടി നടക്കാത്തവര്, കർത്താവിന്റെ നാമത്തില് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ മാർഗമില്ലാത്തവര്, പഠിക്കാൻ അഡ്മിഷൻ ലഭിക്കാത്തവര്, എല്ലാവിധ ഭൗതിക മേഖലകളിലും കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. കർത്താവേ, ഞങ്ങളെ ഞെരുക്കുന്ന എല്ലാ ഭാരവും, എല്ലാ പ്രശ്നങ്ങളും, കർത്താവേ, അച്ഛൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും, കാൻസർ രോഗികള്, കരൾ രോഗികള്, നന്ദി പറയുന്നു, ഹൃദയ രോഗികള്, മക്കളില്ലാത്തവര് കർത്താവിന്റെ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. ഉദര രോഗികളെ കർത്താവേ, മക്കളില്ലാത്തവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അഭിഷേകം നേർച്ച വസ്തുക്കൾ നമ്മൾ എന്ത് ഉപയോഗിച്ചാലും എപ്പോഴുപയോഗിച്ചാലും വിശ്വാസ പ്രമാണം ചൊല്ലി വേണം അതിൻ്റെ പവർ ഇനാക്ട് ചെയ്യുക. അതിൻ്റെ ശക്തി റിലീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവന് മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അതിൻ്റെ ബ്രോഡ് ഫോമാണ്, വിപുലമായ ഒരു ഫോർമുലയാണ്. റോമ 10:9 വിപുലമായ ഫോർമുലയാണ് വിശ്വാസ പ്രമാണം. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ആ ഒരു ഉദ്ദേശത്തിൽ വേണം ചെല്ലാൻ, അല്ല ചുമ്മാ ഒരു പ്രാർത്ഥനയായിട്ട് ചെല്ലിവിടരുത്. വിശ്വാസം പ്രാർത്ഥനയല്ല, അതൊരു പ്രഖ്യാപനമാണ്. അപ്പോൾ വിശ്വാസം പ്രമാണം ചെല്ലുമ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവ് പോലെ ഒരു പ്രാർത്ഥനയല്ല നമ്മൾ ചെല്ലണത്. പിന്നെ എന്താണ്? വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് സമയമെടുത്ത് വേണം ഓരോ വാക്കും. ഹൃദയം വഴി അധരത്തിൽ നിന്നാണ് പോകേണ്ടത്. ഹൃദയത്തിൽ നിന്ന് അധരം വഴിയാണ് പുറത്തേക്ക് പോകേണ്ടത്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സന്ധ്യക്കുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നമ്മുടെ പത്രത്തിൽ അതിൻ്റെ ഫോർമുലയുണ്ട്. കാര്യമെന്താ? 6 കാര്യങ്ങളാണ് ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവതിരുസന്നിധി വെച്ചിരിക്കുന്നത്. അതിന് 6 പ്രാർത്ഥനയാണ് നമ്മളൊരു മാസം കൂടേണ്ടത്. ഒരു പ്രാർത്ഥന മാത്രം ഇവിടെ വന്ന് കൂടിയാൽ മതി ഒരു മാസത്തിൽ. നമുക്ക് സ്ഥലമില്ലാത്ത കൊണ്ടാണ് അങ്ങനെ പറയണത്. ഒരു പ്രാർത്ഥന ഷാലോൺ TV കൂടണം. ഉടമ്പടി ധ്യാനമുണ്ട്. അടുത്ത മാസം മുതൽ ഗുഡ്നസ് TVയിലും ഉടമ്പടി ധ്യാനമുണ്ട്. ഇപ്പോൾ രാജ് TVയിലും മരിയൻ TVയിലുമൊക്കെ ഉടമ്പടി ധ്യാനമുണ്ട്. അപ്പോൾ ഒരു പ്രാർത്ഥന ആണ് നമ്മൾ ഷാലോൺ TVയിൽ അല്ലെങ്കിൽ ഇതര നിങ്ങളുടെ സൗകര്യപ്രദമായ മറ്റു ചാനലിലോ കൂടേണ്ടത്. ബാക്കി 4 ഉണ്ട്. 4 പ്രാർത്ഥനയും കൂടേണ്ടത് എവിടെയാണ്? യൂട്യൂബിൽ. യൂട്യൂബില്ലാത്തവർ ഫേസ്ബുക്ക് പേജിൽ കൂടണം. അപ്പോൾ ഇന്ന് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മളെ ആശ്രയിച്ച് അന്യഭൂഖണ്ഡങ്ങളിൽ